ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. ഉച്ചയ്ക്ക് 12:45 പ്രഖ്യാപനം. മുൻ ISRO ശാസ്ത്രജ്ഞൻ M. അണ്ണാദുരൈയെയും DMK നേതാവ് തിരുച്ചി ശിവയെയുമാണ് പരിഗണിക്കുന്നത്. അതേസമയം NDA പാർലമെന്ററി പാർട്ടി യോഗം തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. വിവരങ്ങളുമായി സജു തോമസ് ചേരുന്നു. സജു, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാളാണ് NDAയുടെ സ്ഥാനാർത്ഥി എന്നിരിക്കെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വേണം തങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് ഇന്ത്യ സഖ്യത്തിന് വാശിയുണ്ടോ? അജിംസ്, അതായത് NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ, അതായത് DMK പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയാണ് NDAയുടെ ഒരു നീക്കമെങ്കിൽ അതിന് ഒരു മറു ചോദ്യം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വേണമെന്നുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ മുന്നണി എത്തിയിരിക്കുന്നത്. പ്രധാനമായും 2 പേരുകളാണ് ഇന്ത്യ മുന്നണിയുടെ ഇന്നലെ നടന്ന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത്. പ്രധാനമായിട്ടും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആ യോഗത്തിൽ DMK നേതാവ് തിരുച്ചി ശിവ, അതോടൊപ്പം തന്നെ മുൻ ISRO ശാസ്ത്രജ്ഞൻ M. അണ്ണാദുരൈ എന്നിവരുടെ 2 പേരുകളാണ് വന്നതെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും. ഇന്ന് 12:45 പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് അല്പസമയം മുൻപ് അറിയിച്ചിരിക്കുന്നത്, നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ പ്രഖ്യാപനം ഉണ്ടാവാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പേരെന്ന് പറയുന്നത് മുൻ ISRO ശാസ്ത്രജ്ഞൻ അണ്ണാദുരൈയാണ്. അദ്ദേഹത്തിന്റെ പേര് തന്നെ ആയിരിക്കും പ്രഖ്യാപിക്കുക എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അതുപോലെ മറ്റ് മന്ത്രിമാർ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് BJPയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ മറ്റു അംഗങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. അദ്ദേഹം ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പ്രഖ്യാപനം അല്പസമയം മുൻപ് ഉണ്ടാകുമെന്നുള്ള ഒരു വാർത്തയും വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ തമിഴ്നാട്ടിലെ DMKയുടെ വോട്ടുകളെ പ്രതിരോധത്തിലാക്കുക, അല്ലെങ്കിൽ DMK അംഗങ്ങളെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയാണ് BJP ശ്രമിച്ചതെങ്കിൽ അതേ നാണയത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. DMKയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഈ സ്ഥാനാർത്ഥി വന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശരി സജു, ഒരു കാര്യം കൂടി, ഈ പറയുന്ന വോട്ട് കൊള്ളയിൽ ഇന്നും പാർലമെന്റിൽ പ്രതിഷേധമുണ്ടാവുമോ? പാർലമെന്റ് ഇന്ന് ചേരുന്നുണ്ടോ? അതിന്റെ വോട്ടുകളുള്ള ആരോപണത്തിൽ പാർലമെന്റ് വളപ്പിൽ ഇപ്പോൾ പ്രതിഷേധം കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ പ്രതിപക്ഷ പാർട്ടി MPമാരെല്ലാം വലിയ പ്ലക്കാർഡുകളും അതുപോലെ തന്നെ ബോർഡുകളും ബാനറുകളുമായിട്ട് വലിയ പ്രതിഷേധം പാർലമെന്റിന്റെ മെയിൻ എൻട്രൻസിന് മുൻപിൽ വലിയ പ്രതിഷേധം നടത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ എല്ലാ നേതാക്കളും രാഹുൽ ഗാന്ധിക്ക് ഒപ്പമാണ്. അത് അവർ എല്ലാവരും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിലെ വാദഗതികൾ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെ എതിർക്കുക അല്ലെങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമാണ് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഉണ്ടായത്. പാർലമെന്റ് വർഷകാല സമ്മേളനം അവസാനിക്കാൻ ഇനിയിപ്പോൾ 2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിന് മുന്നോടിയായിട്ട് ഇതൊരു വലിയ പ്രതിഷേധമാക്കി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ നോക്കുന്നത്. നമുക്കറിയാം, ഡൽഹി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രതിഷേധമാണ് കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് 300-ലധികം MPമാരെ അണിനിരത്തിക്കൊണ്ടാണ് വലിയൊരു പ്രതിഷേധ മാർച്ച് പാർലമെന്റിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഉണ്ടായത്. അത്തരത്തിൽ ഈ മാർച്ചിലൂടെ SIR നടപ്പിലാക്കുന്നത് അത് പിൻവലിക്കുക, ഇനിയിപ്പോൾ ബംഗാളിലും തമിഴ്നാട്ടിലും നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിനെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നയത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പാർലമെന്റിനകത്തും പുറത്തും MPമാരുടെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും നീക്കം. അജിംസ്. ശരി സജു.